മുതലപ്പുഴയല്ലേ? ചിറയൻകീഴ് പഞ്ചായത്തും അടൂർ പഞ്ചായത്തും ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സമീപ പഞ്ചായത്തുകളാണ് ചിറയൻകീഴ് പഞ്ചായത്ത്, അടൂർ പഞ്ചായത്ത്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു പ്രദേശമാണ് മുതലപ്പുഴ. എല്ലാ സൈഡിൽ നിന്നും നല്ല വെയിലും സ്ഥലത്തിന്റെ പ്രതി എന്താണ്? ഈ വലതുവശത്ത് കാണുന്ന എന്താണ്? കായലാണ്. ഈ കഠിനംകുളം കായലിന്റെ വന്ന് ചേരുന്ന വാമനാപുരം നദി ഈ കഠിനംകുളം കായലിൽ വന്നു ചേർന്നിട്ടാണ് ചെറിയൊരു ശാഖയായിട്ട് മുതലപ്പുഴയിലൂടെ എത്തപ്പെടുന്നത്. അതാണ് ഈ ഇവിടെ പൊഴി അരിയാക്കി മാറ്റുന്നത്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശമാണ്. ഈ തീരപ്രദേശത്ത് കിടക്കുന്ന മണ്ണ് കാണുന്നില്ലേ, അതെന്താണ്? സ്വർണ്ണവർണ്ണ മണ്ണാണ്. തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശത്ത് സ്വർണ്ണവർണ്ണ മണ്ണ്. ആലപ്പുഴ ഭാഗത്ത് കരിമണ. ഇതെല്ലാം ഇന്ന് ഒരു വിഭാഗം ആൾക്കാരുടെ ചൂഷണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടി. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് അപ്പം നൽകുന്നവരാണ് ഈ തീരപ്രദേശത്തെ മണൽ ചൂഷണം ചെയ്യുന്നു. രണ്ട് കൈകളിലുമായി 20ഓളം സ്വർണ്ണ മോതിരവുമായി എത്തുന്ന മുതലാളിമാർ ഓരോ മാസവും ഇവർക്കെല്ലാം കൈനീട്ടം നൽകാറുണ്ട്. ആ കൈനീട്ടമാണ് പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ അപ്പം. മനസ്സിലായോ? ഇവർ ഈ കൈനീട്ടം വാങ്ങുന്നത് കാരണമാണ് ഈ പ്രദേശത്ത് തീരശോഷണം നടക്കുന്നത്, മണൽ കടത്തപ്പെടുന്നത്. മണൽ കടത്തപ്പെടുന്നത് മൂലം എന്താ സംഭവിക്കുന്നത്? ഈ തീരപ്രദേശം ജനവാസ യോഗ്യമല്ലാതാകും. അതോടൊപ്പം തന്നെ തീരപ്രദേശത്തോടുകൂടെ നാം ഇപ്പോൾ റോഡും വിദൂര ഭാവിയിലല്ല, അടുത്ത കുറച്ച് വർഷങ്ങൾക്കകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് സംശയമാണ്. എന്തെന്നാൽ ആ രീതിയിലാണ് ഇവിടെ കടല് കയറുന്ന തീരശോഷണം നടക്കുന്നത്. ഇതിന്റെ ഈ തീരശോഷണത്തിൽ നിന്നും ഈ തീരദേശവാസികളെ രക്ഷിക്കുവാനായി ആനയുടെ തുമ്പിക്കൽ പോലെയാണ് ഇപ്പോൾ ഈ കടൽ തീരത്തെല്ലാം പാറ കടലിലോട്ട് അടുക്കുന്നത്. മണൽ വാരിയിട്ട് പാറ കടലിൽ അടുക്കിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മുതലപ്പുഴയിലെ മണൽ തന്നെ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണ്ണ മണൽ പലരും കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോഴും ലേലത്തിലായാലും കടത്തുവാൻ അനുവദിക്കുന്നത് ഗവൺമെന്റിന് ഒട്ടും യോജിച്ച ചൂഷണമായ നടപടിയല്ല. അതുകൊണ്ടാണ് ഈ മണൽ കടത്തുന്നത് മൂലമാണ് ഇവിടെ തീരശോഷണം സംഭവിക്കുന്നത്. അതിന് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് കുറെ പാറകൾ കൊണ്ടിട്ടും മണ്ണും ഇട്ട് റോഡ് പൊക്കിയത് കൊണ്ടൊന്നും തീരശോഷണം അവസാനിക്കില്ല. തീരശോഷണം അവസാനിക്കണമെങ്കിൽ മണൽ കടത്ത് ഇല്ലാതാകണം. മണൽ കടത്ത് ഇല്ലാതാകാതെ ആ
തന്നെ. അത് ഈ പാറകൾ ഇടുന്നതിനോടൊപ്പം തന്നെ ഈ പ്രദേശത്തെ ഉയർത്തുകയാണെങ്കിൽ, ആ മണലിട്ട് ഈ പ്രദേശം ഉയർത്തുകയാണെങ്കിൽ തീരദേശവാസികൾക്ക് താമസിക്കുന്നതിനുള്ള ഏരിയയും അതോടൊപ്പം തന്നെ നല്ല വിശാലമായ റോഡുകളും ഇവിടെ സ്ഥാപിക്കുവാൻ കഴിയുന്നതാണ്. അതിനു പകരം മണൽ കടത്തിക്കൊണ്ട് പോവുകയും മണൽ കടത്തുന്ന നടപടി മാഫിയ നേതാക്കൾ, മണൽ കടത്തുന്ന മാഫിയ നേതാക്കൾ ആലപ്പുഴയിലെ കരിമണലായാലും തിരുവനന്തപുരത്തെ കനകമണലായാലും എല്ലാം കടത്തുന്നതിന്റെ പ്രധാന കക്ഷികളെന്ന് അതിന് കൂട്ടുനിൽക്കുന്ന പ്രധാന കക്ഷികൾ പൊളിറ്റിക്കൽ പാർട്ടീസാണ്. അവർക്ക് കിട്ടുന്ന കൈനീട്ടമാണ് അവരുടെ അപ്പം. ആ അപ്പം നഷ്ടപ്പെടുവാൻ അവരാരും തയ്യാറല്ല. ഇപ്പോൾ നാം ചില അന്വേഷണ പ്രഹസനങ്ങൾ കാണാറുണ്ടല്ലോ, അത് ഒട്ടും ഭൂഷണമല്ല. എന്തെന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഈ കൈനീട്ടം 50ഓളം പേർക്ക് 50ഓളം പ്രതിനിധികൾ ചാക്കിലും കൈകളിലുമായിട്ട് കൈനീട്ടം വാങ്ങിക്കൊണ്ട് പോയിട്ട് അതിലേതെങ്കിലും ഒരു പാവപ്പെട്ട കോരൻ ആ കള്ളപ്പണം വെളുപ്പിക്കുവാനായി ശ്രമിച്ചാൽ അത് പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ചേർന്ന് ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്നത് ഒരിക്കലും ശരിയല്ല. ഇവിടുത്തെ തീരശോഷണം അവസാനിക്കണമെങ്കിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് വാങ്ങുന്ന കൈനീട്ടത്തെ കുറിച്ചെല്ലാം വിശദമായ അന്വേഷണം ഇഡിയോ CBIയോ NIയോ ആരായാലും നടത്തേണ്ടതുണ്ട്. 10 വിരലുകളിലായി 20 മോതിരവുമായി പ്രത്യക്ഷപ്പെടുന്ന മണൽ കടത്ത് മുതലാളിമാരെയാണ് ആദ്യം അന്വേഷണ വിധേയമായി സൂക്ഷ്മദർശിനിയുമായി പിന്തുടരേണ്ടത്. അല്ലാതെ കൈനീട്ടം വാങ്ങിയ പാവപ്പെട്ട ഒരു ഘോരനെയോ മറ്റോ അന്വേഷണം നടത്തി പീഡിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഒട്ടും ശരിയല്ല. എന്തെന്നാൽ നാം ഒരു വസ്തുതയെ അല്ലെങ്കിൽ ഒരു ഫാക്ട് മനസ്സിലാക്കണമെങ്കിൽ അന്ധന്മാർ ആനയെ കണ്ടതുപോലെ ആകരുത്. ആന എന്താണെന്ന് നാം വ്യക്തമായി മനസ്സിലാക്കണം. തീരദേശ ശോഷണത്തിന് കാരണം മണൽ കടത്ത് എന്ന ഒറ്റ കാരണമാണ്. തീരദേശം റോഡുകൾ ഇല്ലാതാകുന്നതും വീടുകളിൽ ഈ മഴക്കാലം എത്തിയില്ല എന്നിട്ട് പോലും 5 തന്നെ മുതലപ്പൊഴി ഭാഗത്തെ കടൽ തുള്ളമിങ്ങി ഉള്ളിലോട്ട് കയറുകയും ഈ കായലും കടലും ഒരുമിച്ച് ചേരുന്ന അവസ്ഥയും സംജാതമായിരിക്കുകയാണ്. അതിന് ജീവിക്കുന്ന തെളിവുകൾക്കിടയിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നതിനേക്കാൾ വ്യക്തമായി ആ ജീവിക്കുന്ന തെളിവുകൾ നമ്മുടെ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നതാണ്. അത് ഉടൻ തന്നെ നമ്മുടെ ദൃശ്യങ്ങൾക്ക് ഗോചരമാകുന്നതാണ്. ഈ പ്രദേശത്തെ വീടുകളെല്ലാം ലാൻഡിംഗ് പൊസിഷനിലാണ്. എന്ന് പറഞ്ഞാൽ അടിയിലെ മണ്ണൊന്നും ഇല്ല. അവിടെ എല്ലാം പൊള്ളയാണ് ഇരിക്കുന്നത്. ഈ പൊള്ളയിൽ വെള്ളം, മഴക്കാലത്ത് വെള്ളം കൂടി വന്ന് ഈ മൺസൂൺ കാലത്തെ മഴ കൂടെ അടിച്ചു കഴിയുന്നതോടുകൂടി ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം വളരെ പെട്ടെന്ന് ഒരാഴ്ചക്കോ 2 ആഴ്ചക്കോ ഉണ്ടായാൽ അത്ഭുതപ്പെടുവാനില്ല. അന്ന് കടൽ ക്ഷോഭമാണെന്ന് മാത്രം പത്രമാധ്യമങ്ങൾ വെണ്ടയ്ക്കാൻ നിരത്തരുത്. ഈ മണൽ മാഫിയയുടെ കൈനീട്ടം വാങ്ങുന്നത് പത്രമാഫിയകളും ഒട്ടും മോശക്കാരല്ല. അവർക്ക് കിട്ടേണ്ടുന്ന അപ്പം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം
പത്രമാധ്യമങ്ങളും എല്ലാം കൂടി ഏതെങ്കിലും ഒരാളിനെ ഒരു ബുദ്ധിമോശം കാണിക്കുന്ന കള്ളപ്പണത്തെ വെളുപ്പിക്കാൻ ശ്രമിച്ച ഏതെങ്കിലും ഒരു കോരനെയോ മറ്റോ അന്വേഷണ അദ്ദേഹത്തിന്റെ പിറകെ കോരന്റെ പിറകെ സൂക്ഷ്മദർശിനിയുമായി നടക്കാതെ ഏത് അന്വേഷണ ഏജൻസി ആയാലും ഈ ഭാഗത്ത് തന്നെ നോക്കിയേ ആ സീനറി കണക്ക് വളരെ വ്യക്തമായി കാണാവുന്നതാണ്. ഇത് ഈ പ്രദേശത്തെ നമ്മുടെ ഓട്ടോയിൽ വരെ വെള്ളം വന്ന് അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ഇവിടെ ഈ ഈ വർഷകാലത്തിന് മുന്നേ തന്നെ, മൺസൂണിന് മുന്നേ തന്നെ ഇങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ മൺസൂൺ കടുത്തു കഴിഞ്ഞാൽ ഈ റോഡ് തന്നെ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ റോഡ് തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഇത്രയും ഭീകരമായ മണൽക്കടത്തിന്റെ ഭാഗമായി ഉണ്ടായ കരയെ കാർന്നു തിന്ന കടൽ എന്ന് പറഞ്ഞാൽ ഒരു മുളയായിരിക്കുമ്പോൾ കടല് വളരെ പെട്ടെന്ന് തന്നെ കയറുകയും ഈ സമീപത്ത് കിടക്കുന്ന കായലും കൂടി ഒന്നിച്ചാൽ ഇവിടമെല്ലാം ഒരു ജലാശയമായി കാണേണ്ടുന്ന വരും തലമുറ ഇവിടെ കൂടെ സഞ്ചരിക്കാതെ ഒരു ജലാശയമായി, ഇതിനെ ഒരു ജലാശയമായി മാത്രം, സഞ്ചാര യോഗ്യമല്ലാത്തൊരു ജലാശയമായി മാറുന്ന ഒരു കാലഘട്ടം വിദൂരമല്ല. ഇതിന് പ്രതിവിധിയായി ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ ആനയുടെ തുമ്പിക്കൈ പോലെ കടലിലോട്ട് കല്ലിട്ടിരിക്കുകയാണല്ലോ. ആ കല്ലിട്ടിരിക്കുന്ന പ്രദേശത്തെല്ലാം മണൽ നിറയ്ക്കുകയും കര കുറച്ചുകൂടി ഉള്ളിലോട്ട് വീണ്ടെടുത്ത് വിഴിഞ്ഞത്ത് കര സൃഷ്ടിക്കുന്നത് പോലെ ഈ പ്രദേശത്തെ തീരദേശവാസികൾക്ക് താമസിക്കുന്നതിനും വിശാലമായ റോഡുകൾ നിർമ്മിക്കുന്നതിനായി കരകൾ സൃഷ്ടിക്കേണ്ടുന്ന ഒരു വളരെ അത്യാവശ്യമായ ഒരു സന്ദർഭമാണ് ഇന്ന് സംജാതമായിരിക്കുന്നത്. ആയതിനാൽ എനിക്ക് പറയുവാനുള്ളത് എന്തെന്നാൽ നാം മണൽ മാഫിയയുടെ കൈനീട്ട കാറ്റിന് പിന്നാലെ പോകാതെ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം ദൃഢപ്രതിജ്ഞ എടുക്കണം. ഞങ്ങൾ മണൽ മാഫിയയുടെ ഒരു പൈസയും ഒരു സംഗതിക്കും വാങ്ങുന്നതല്ലെന്ന്. മണൽ മാഫിയയുടെ പൈസ വാങ്ങി ജനസേവനം നടത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിനെ ബഹിഷ്കരിക്കണം എന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു വാക്കുകൾ നിർത്തുന്നു. ജയിക്കും.